ഈ ഒരു വീഡിയോ നിങ്ങൾ സുഹൃത്തുക്കളിലേക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. +2 പഠിച്ചുകൊണ്ടിരിക്കുന്നവർക്കും ഇപ്പം ഏകദേശം ആ ഒരു എൻഡിങ്ങിലായല്ലോ, ഏപ്രിൽ മാസത്തേക്ക് നിങ്ങൾക്ക് അപേക്ഷിക്കാനായിട്ട് കഴിയും. അപ്പോൾ IMU-CET കുറിച്ച് നല്ല രീതിയിൽ പഠിക്കാനായിട്ട് നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ അതിന്റെ ടെക്സ്റ്റ് ബുക്കിനെ കുറിച്ച് നമുക്ക് ഒരു വീഡിയോ ചെയ്യണമെന്ന് താല്പര്യമുണ്ട്. അപ്പോൾ താല്പര്യമുള്ളവരെല്ലാം താഴെ ഒന്ന് ജസ്റ്റ് കമന്റ് ചെയ്യുക. അതുപോലെ തന്നെ IMU-CET-യുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ മെർച്ചന്റ് നേവിയുമായി ബന്ധപ്പെട്ട് കൂടുതൽ വിവരങ്ങൾ അറിയണമെങ്കിൽ തീർച്ചയായും താഴെ കമന്റിലൂടെ അറിയിക്കാം. ഇതുകൂടാതെ നിങ്ങൾക്ക് മെർച്ചന്റ് നേവി 10ാം ക്ലാസ് +2 യോഗ്യതയിൽ കയറണം എന്നുണ്ടെങ്കിൽ ഞാൻ ഈ പറഞ്ഞ 2 വീഡിയോസ് ഞാൻ സ്ക്രീനിൽ കാണിച്ചു, ആ 2 വീഡിയോസ് ഫോളോ ചെയ്യുക. പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നിങ്ങളുമായി ഷെയർ ചെയ്യാൻ പോകുന്നത് ഒരു ഷോർട്ട് ഇൻഫോർമേഷൻ ആണ്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നതുപോലെ മെർച്ചന്റ് നേവിയെ കുറിച്ച് നമ്മൾ കുറേ വീഡിയോസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇന്ത്യൻ മാരിടൈം യൂണിവേഴ്സിറ്റിയുടെ IMU-CET, അതായത് ഇന്ത്യൻ മാരിടൈം യൂണിവേഴ്സിറ്റി കോമൺ എൻട്രൻസ് ടെസ്റ്റ് എന്ന് പറഞ്ഞിട്ട് ഒരു ടെസ്റ്റ് വർഷത്തിൽ കണ്ടക്ട് ചെയ്യുന്നുണ്ട് IMU. അപ്പോൾ ഇതിന്റെ എങ്ങനെയാണ് കാര്യങ്ങൾ, അതിന്റെ ഡേറ്റുകൾ എന്താണ്? ഒരു കാര്യം നിങ്ങൾ ആദ്യം മനസ്സിലാക്കുക. മെർച്ചന്റ് നേവി എന്ന് പറയുന്നത് ഒരു ഇന്ത്യൻ ആർമി റിക്രൂട്ട്മെന്റ് പോലെയോ അല്ലെങ്കിൽ ഇന്ത്യൻ നേവി എയർഫോഴ്സ് അല്ലെങ്കിൽ ഫയർഫോഴ്സ് അല്ലെങ്കിൽ പോലീസ് റിക്രൂട്ട്മെന്റ് പോലെയല്ല. മെർച്ചന്റ് നേവി എന്ന് പറയുന്നത് എൻറ്റയർലി ഡിഫറെന്റ് ആണ്. അപ്പോൾ മെർച്ചന്റ് നേവിയെ കുറിച്ച് അധികം അറിയാത്തവർ തീർച്ചയായും ഇപ്പൊ ഞാൻ സ്ക്രീനിൽ കാണിക്കുന്ന ഒരു പിക്കുകളൊക്കെ കാണാം നിങ്ങൾക്ക്. അപ്പോൾ ഈ പിക്കുകളൊക്കെ പിന്തുടർന്ന് പോയി ചാനലിൽ ആ ഒരു വീഡിയോ ജസ്റ്റ് ഒന്ന് കണ്ടു നോക്കുക. താഴെ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. കാരണം കാണണം എന്ന് പറഞ്ഞതിന്റെ റീസൺ ഇതാണ്. പലരും വിചാരിച്ചിരിക്കുന്നത് മെർച്ചന്റ് നേവി എന്ന് പറയുന്നത് ഇന്ത്യൻ ആർമി റിക്രൂട്ട്മെന്റ് പോലെയോ അങ്ങനെ എന്തോ ഒരു റിക്രൂട്ട്മെന്റ് ആണ് എന്നാണ് പലരും കരുതിയിരിക്കുന്നത്. ശരിക്കും അതല്ല ഈ മെർച്ചന്റ് നേവിയിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാനുള്ള ശരിയായിട്ടുള്ള രീതി. അപ്പോൾ അതിന്റെ കാര്യങ്ങളാണ് ഞാൻ ഈ സ്ക്രീനിൽ കാണിച്ചിരിക്കുന്ന വീഡിയോയിൽ പറഞ്ഞിട്ടുള്ളത്. താഴെ ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് ഉണ്ട്. ഓക്കെ, അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഇന്ത്യൻ മാരിടൈം യൂണിവേഴ്സിറ്റിയുടെ കോമൺ എൻട്രൻസ് ടെസ്റ്റിനെ കുറിച്ചുള്ള എക്സ്പെക്റ്റഡ് ആയിട്ടുള്ള ഈ വർഷം 2021 വരാൻ പോകുന്ന എക്സാമിനേഷന്റെ ഡേറ്റുകളെ പറ്റിയിട്ടാണ് ഷെയർ ചെയ്യാൻ പോകുന്നത്. ഷോർട്ട് ഇൻഫോർമേഷൻ ആണ്. +2 യോഗ്യതയുള്ള യുവാക്കളും യുവതികളും തീർച്ചയായും ഈ ഒരു വീഡിയോ അവസാനം വരെ കാണുക. 10ാം ക്ലാസ് യോഗ്യതയിൽ നിങ്ങൾക്ക് മെർച്ചന്റ് നേവിയിൽ കയറാം. അങ്ങനെയും ഞാനൊരു വീഡിയോ ചെയ്തിട്ടുണ്ട്, താഴെ ഡിസ്ക്രിപ്ഷൻ ചെക്ക് ചെയ്യുക. സോ ഫ്രണ്ട്സ്, ഇന്നത്തെ വീഡിയോയിലേക്ക് പോകാം. ചാനൽ ആദ്യമായിട്ട് കാണുമ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാത്തോട്ടുള്ള ബെല്ലൈക്കൺ ഒന്ന് എനേബിൾ ചെയ്യാൻ മറക്കണ്ട. താഴെ ഡിസ്ക്രിപ്ഷൻ എൻ്റെ ഒരു വാട്സ്ആപ്പ് ഗ്രൂപ്പ് ലിങ്ക് ഉണ്ട്. നിങ്ങൾ ജോയിൻ ചെയ്യുകയാണെങ്കിൽ ഏറ്റവും പുതിയ ജോബ് ന്യൂസുകൾ നിങ്ങൾക്ക് അവിടെ ലഭിക്കുന്നതായിരിക്കും. വീഡിയോ തീർച്ചയായും നിങ്ങൾക്ക് ഉപകാരപ്പെടും. മറക്കാതെ ഇപ്പോൾ തന്നെ ലൈക്ക് ചെയ്തേക്കുക. ഒരുപക്ഷെ അവസാനം വരെ കാണുമ്പോഴത്തേക്കും ലൈക്ക് ചെയ്യാൻ മറക്കുന്നുണ്ടാകാം. +2 പഠിച്ചുകൊണ്ടിരിക്കുന്ന നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്കും ഈ ഒരു വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കാൻ മറക്കണ്ട. സോ ഫ്രണ്ട്സ്, നമുക്ക് ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോയിലേക്ക് പോകാം. ആദ്യമായിട്ട് തന്നെ നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കുക. ഇന്ത്യൻ മാരിടൈം യൂണിവേഴ്സിറ്റി വഴി ഒരു സ്പോൺസർഷിപ്പ് എക്സാമിനേഷൻ ആണ് ഇവർ നടത്തുന്നത്. ജൂൺ മാസത്തിലാണ് ഇവരുടെ എക്സാമുകൾ നടക്കുക. അപ്പോൾ 2021 അതിന്റെ എക്സ്പെക്റ്റഡ് ഡേറ്റുകളാണ് നമ്മൾ സംസാരിക്കാൻ പോകുന്നത്. പിന്നെ ഒരു കാര്യം മനസ്സിലാക്കുക, ഇന്ത്യൻ മാരിടൈം യൂണിവേഴ്സിറ്റിയുടെ കീഴിൽ നിങ്ങൾക്ക് സ്പോൺസർഷിപ്പ് ആയിട്ടും തന്നെ കുറെ കോഴ്സസ് അവർ ഓഫർ ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് +2 യോഗ്യത ഉള്ളവർക്ക് മെർച്ചന്റ് നേവിയിൽ ജോയിൻ ചെയ്യണമെങ്കിൽ ഈ ഒരു വഴിയാണ് നിങ്ങൾ തിരഞ്ഞെടുക്കേണ്ടത്. ഞാൻ പറഞ്ഞുകൊണ്ട് 10ാം ക്ലാസ് യോഗ്യതയിലും +2 യോഗ്യതയിലും എങ്ങനെ കയറാമെന്ന് ഞാൻ വീഡിയോസ് ചെയ്തിട്ടുണ്ട്. അത് നിങ്ങൾക്ക് ഇപ്പോൾ സ്ക്രീനിൽ കാണാം. തീർച്ചയായും അത് ഫോളോ ചെയ്യുക. കാരണം ഈ മെർച്ചന്റ് നേവിയുടെ പേരിൽ തന്നെ ഒത്തിരി അഴിമതികൾ നടക്കുന്നുണ്ട്. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് വീണ്ടും വീണ്ടും എടുത്ത്. ഓക്കെ, ഡേറ്റ്സുകൾ ഒന്ന് നോക്കാം. ആദ്യമായിട്ട് തന്നെ ഇത് ഒരു ടെൻറ്റേറ്റീവ് ഡേറ്റ് ആണ് ഞാൻ പറയാൻ പോകുന്നത്. 2021 നടക്കാൻ എക്സ്പെക്ട് ചെയ്യുന്ന ആ ഒരു ടൈമാണ് ഞാനിപ്പോൾ മെൻഷൻ ചെയ്യുന്നത്. ഓക്കെ, ആദ്യമായിട്ട് തന്നെ ആപ്ലിക്കേഷൻ ഫോം. ഇത് IMU-CETയുടെ വെബ്സൈറ്റിൽ കയറി നിങ്ങൾ ഒരു ആപ്ലിക്കേഷൻ ഫോം വഴിയാണ്, എനിക്ക് തോന്നുന്നു 1000 രൂപയോ 1200 രൂപയോ എന്തോ ആണ് എക്സാം ഫീ. ഓക്കെ, അപ്പോൾ ആപ്ലിക്കേഷൻ നിങ്ങൾ കൊടുക്കാനായിട്ട് ആപ്ലിക്കേഷൻ അവൈലബിൾ ആകുന്നത് ഏപ്രിൽ 1st വീക്കിലാണ്. കഴിഞ്ഞ വർഷം കറക്റ്റ് ഏപ്രിൽ 1st വീക്കിൽ ആപ്ലിക്കേഷൻ അവൈലബിൾ ആയി എന്നാണ് എൻ്റെ വിശ്വാസം. അതുപോലെ തന്നെ 2021 1st വീക്കിൽ തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം. ശേഷമായിട്ട് ഇത് അവസാന തീയതി, ഇതിന് അവസാന തീയതി എന്ന് പറയുന്നത് മെയ് 2nd വീക്കാണ്. മെയ് 15 വരെ ആയിരുന്നു തോന്നുന്നു കഴിഞ്ഞ വർഷത്തെ ലാസ്റ്റ് ഡേറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഏപ്രിൽ 1st വീക്ക് മുതൽ മെയ് ഒരു 2nd വീക്ക് വരെ നിങ്ങൾക്ക് ഇതിന് അപേക്ഷിക്കാനുള്ള അവസരം ഉണ്ടാകും. ശേഷമായിട്ട് ഇതിന്റെ അഡ്മിറ്റ് കാർഡ് മെയ് അവസാന ആഴ്ചയോളം നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. അല്ലെങ്കിൽ മെയ് 15-നും മെയ് 30-നും ഇടയ്ക്ക് തന്നെ നിങ്ങൾക്ക് തീർച്ചയായും അഡ്മിറ്റ് കാർഡ് ലഭിക്കുന്നതായിരിക്കും. IMU-CET എക്സാമിനേഷൻ കഴിഞ്ഞ വർഷം എനിക്ക് തോന്നുന്നു ജൂൺ 6 അതോ ജൂൺ 1 ആണെന്ന് തോന്നുന്നു. ഈ 2 ഡേറ്റുകളിൽ നിന്നുമാണ് നടന്നിരുന്നത്. അപ്പോൾ IMU-CETയുടെ ജൂൺ 1st വീക്ക് തന്നെ എക്സാമിനേഷൻ ഉണ്ടായിരിക്കും. കോമൺ എൻട്രൻസ് ടെസ്റ്റ് ആണ്, ഓൾ ഇന്ത്യ ബേസിസിലുള്ള ടെസ്റ്റ് ആണ്. ഇതിൽ നിങ്ങൾ ക്വാളിഫൈ ആകുകയാണെങ്കിൽ നിങ്ങൾക്ക് സ്പോൺസർഡ് ആയിട്ട് കുറച്ച് കോഴ്സുകളൊക്കെ പല യൂണിവേഴ്സിറ്റികളിലും പല കോളേജുകളിലും ഓഫർ ചെയ്യുന്നുണ്ട്. ഓക്കെ, അടുത്തതായിട്ട്
അനൗൺസ്മെന്റ്, റിസൾട്ട് അനൗൺസ്മെന്റിന്റെ കാര്യമാണ്. ആ ഒരു എക്സാം എഴുതി ആ ഒരു ആഴ്ചയിൽ തന്നെ നിങ്ങൾക്ക് റിസൾട്ട് ലഭിക്കുന്നതായിരിക്കും. ശേഷമായിട്ട് നിങ്ങൾ IMU അഫിലിയേറ്റഡ് ആയിട്ടുള്ള ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിങ്ങൾക്ക് ചെന്നിട്ട് IMUവിന്റെ റാങ്ക് കാണിച്ച് നിങ്ങൾക്ക് അവിടെ അഡ്മിഷൻ എടുക്കാവുന്നതാണ്. പിന്നെ അതുപോലെ സ്പോൺസേർഡ് ആയിട്ട് പോകുന്ന പല കാര്യങ്ങളുണ്ട്, അതൊക്കെ കുറെ പറയാനുണ്ട്. അത് നമ്മൾ വേറൊരു വീഡിയോയിൽ ഉൾപ്പെടുത്തുന്നതായിരിക്കും. അപ്പൊ IMU CET കുറിച്ച് നല്ല രീതിയിൽ പഠിക്കാനായിട്ട് നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ അതിന്റെ ടെക്സ്റ്റ് ബുക്കിനെ കുറിച്ച് നമുക്ക് ഒരു വീഡിയോ ചെയ്യണമെന്ന് താല്പര്യമുണ്ട്. അപ്പൊ താല്പര്യമുള്ളവരെല്ലാം താഴെ ഒന്ന് ജസ്റ്റ് കമന്റ് ചെയ്യുക. അതുപോലെ തന്നെ IMU CETയുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ മെർച്ചന്റേയുമായി ബന്ധപ്പെട്ട് കൂടുതൽ വിവരങ്ങൾ അറിയണമെങ്കിൽ തീർച്ചയായും താഴെ കമന്റിലൂടെ അറിയിക്കാം. ഇതുകൂടാതെ നിങ്ങൾക്ക് മെർച്ചന്റേയും 10ാം ക്ലാസ് +2 യോഗ്യതയിൽ കയറണം എന്നുണ്ടെങ്കിൽ ഞാൻ ഈ പറഞ്ഞ 2 വീഡിയോസ് ഞാൻ സ്ക്രീനിൽ കാണിച്ചു, ആ 2 വീഡിയോസ് ഫോളോ ചെയ്യുക. ഈ ഒരു വീഡിയോ നിങ്ങൾ സുഹൃത്തുക്കളിലേക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. +2 പഠിച്ചുകൊണ്ടിരിക്കുന്നവർക്കും ഇപ്പം ഏകദേശം അവർ എൻഡിങ്ങിലായല്ലോ, ഏപ്രിൽ മാസത്തേക്ക് നിങ്ങൾക്ക് അപേക്ഷിക്കാനായിട്ട് കഴിയും. സോ ഫ്രണ്ട്സ്, ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് തീർച്ചയായും ഉപകാരപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. മാക്സിമം സുഹൃത്തുക്കളിലേക്ക് ഷെയർ ചെയ്യുക. സോ ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയുമായി കാണാം. ഗുഡ് ബൈ.